ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് പോയത്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,361, 121 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 49,211 ക്ലോസ് ചെയ്തപ്പോൾ 296 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 497 പോയിൻറ്റ് ഇടിഞ്ഞ് 52,989 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 362 പോയിൻറ്റ് ഇടിഞ്ഞ് 16,618 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 14.35 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 319 പോയിന്റ് ഇടിഞ്ഞ് 77,187 ക്ലോസ് ചെയ്തു. FIDI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്നും 2,708 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ FII ഇന്നും 3,958 കോടിക്ക് സെല്ലാണ് ചെയ്തത്. FIIയുടെ സെല്ലിങ് കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു സെല്ലിങ്ങാണ് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് 5.12% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 3.06%, M&M 3%, വിപ്രോ 2.72%, ബജാജ് ഫിൻസർ 2.32%, ഭാരതി എയർടെൽ 1.71%, മാരുതി 1.58%, ഐഷർ മോട്ടോഴ്സ് 1.58%, 1.56%, ഗ്രാസിം 1.16% ആൻഡ് ഇൻഫി 0.69%ൻ്റെ ഗെയിനാണെന്നുണ്ടായത്. എന്നാൽ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലാർസൻ ആൻഡ് ടർബോ 4.69% ഇടിവുണ്ടായി. ഇന്നലെ L&T 3.06% ഇടിവ് ഇന്നലെ ഉണ്ടായിരുന്നു. ടാറ്റ കൺസ്യൂമർ 3.07%, ഹീറോ മോട്ടോകോപ്പ് 2.98%, ബജാജ് ഓട്ടോ 2.79%, ഏഷ്യൻ പെയിൻറ്റ് 2.55%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2.42%, ബ്രിട്ടാനിയ 2.16%, ട്രെൻഡ് 1.22%, അൾട്രാസിംകോ 0.91% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ 0.72% കുറവുണ്ടായിരുന്നു. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കമ്പനിയുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 787 കമ്പനികൾ മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 2,063 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സഡ് ആണ്, എങ്കിലും വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് റെഡ് എന്ന് തന്നെ പറയാം. നിഫ്റ്റി ഓട്ടോ 23,327 ക്ലോസ് ചെയ്ത് 21 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 42,314 ക്ലോസ് ചെയ്തപ്പോൾ 283 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 99 പോയിൻറ്റ് ഇടിഞ്ഞ് 6,117 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 37 പോയിൻറ്റ് ഇടിഞ്ഞ് 23,132 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 26 പോയിൻറ്റ് ഗെയിൻ വന്നപ്പോൾ 21,361 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 57,419 ക്ലോസ് ചെയ്തപ്പോൾ 976% പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 8,155 ക്ലോസ് ചെയ്തപ്പോൾ 143% പോയിൻറ്റ് കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 949 ക്ലോസ് ചെയ്തപ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1609 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിൻറ്റ്സ് ഇടിവുണ്ടായി. നിഫ്റ്റി എനർജി 995 പോയിൻറ്റ് ഇടിഞ്ഞപ്പോൾ 32,177 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,115 ക്ലോസ് ചെയ്തപ്പോൾ 138 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 26 പോയിൻറ്റ് ഉയർന്ന് 13,802 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 231 പോയിൻറ്റ് ഇടിഞ്ഞ് 10,260 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരതി ഇൻഡസ്ട്രീസ് 63% ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. ആനന്ദരാജ് 55% ഗെയിൻ ഉണ്ടായി. വഗേര ഇൻഡസ്ട്രീസ് 50% ഗെയിൻ ഉണ്ടായി. ഏഷ്യ മോട്ടോഴ്സ് 19% ഗെയിൻ ഉണ്ടായി. GR ഇൻഫ്ര 8% ഗെയിൻ ഉണ്ടായി. ഗുജറാത്ത് ഗ്യാസ് 3.1% ഗെയിൻ ഉണ്ടായി. ഹീറോ മോട്ടോകോർപ്പ് 51.3% ഗെയിൻ ഉണ്ടായി. KPR മിൽ 8.21% ഗെയിൻ ഉണ്ടായി. ന്യൂജൻ കെമിക്കൽസ് 900% ഗെയിൻ ഉണ്ടായി. ഖേഴ്സ് കോർപ്പ് 34% ഗെയിൻ ഉണ്ടായി. ആൻഡ് വിനാന്തി ഓർഗാനിക്സ് 21% ഗെയിനാണ് Q3 റിസൾട്ട് ഉണ്ടായത്. നാളെ പ്രതീക്ഷിക്കുന്ന Q3 റിസൾട്ടുകൾ ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡ്, BASF ഇന്ത്യ, ഭാരത് ബിജ്ലി, ക്രെബ്സ് ബയോകെമിക്കൽസ്, ലൈക്ക ലാബ്സ്, മാക്സ് ഫിനാൻഷ്യൽ, ഓൺ മൊബൈൽ ഗ്ലോബൽ, ടാറ്റ പവർ, തെർമാക്സ്, ടൈറ്റാൻ എന്നിവയുടെ Q3 റിസൾട്ടുകളാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. ബൈ.